അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇസ്ലാമിൻ്റെ മുന്നേറ്റ പ്രയാണങ്ങളിൽ മാറ്റി നിർത്താനാവാത്ത ഒരു ചരിത്രമാണ് ഉഹുദ് യുദ്ധം. മദീനയുടെ സമീപ പ്രദേശമായ ഉഹുദ് മല ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ ഇടപെടുകയാണ്. 700ഓളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷം 3000ഓളം വരുന്ന ശത്രുപക്ഷത്തെ നേരിടുന്ന ഒരു വലിയ രംഗമാണ് ഇവിടെ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. ഒരികരം സുബൈറോട് നബിയേകി ഖാലിദ് ഇബ്നുൽ വലീദിൻഡോർ നിലതൂക്കം നിലഫാനെ അതു പഠിച്ചെന്നിട്ടവരുടൻ മുന്നിൽ കടി തന്നിൽ ഉറത്താനേ നരിക്കോഫിറുകളിൽ ചില തലവരെ ഫരികളെ നെറുനേരെ ചില തൊള്ളറുകളായി താനെ നിലവൊട് യുദ്ധത്തളവിൽ നിറോത്തി തിരുവാനി നബിയാനേ. തന്ത്രജ്ഞാനിയായ യോദ്ധാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം സൈന്യത്തെ അണിയിപ്പിച്ചു നിർത്തുകയാണ്. പരിശുദ്ധ ദീനിന്റെ ദുർമധ്വജം സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. മറുവശത്ത് ഖാലിദ് ബിൻ വലീദ് സർവായുദ്ധ വിഭൂഷനായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉഹുദിലെ ജമൽ റുബാ, അവിടെ ചില സഹാബികളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിട്ടുണ്ട്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഉരത്താർ നബി ത്വാഹ ഗനീമത്തിനായി ഒരുമിത്തമൈ കൂട്ടൂനവൈ കണ്ടാലും വരേണ്ട ഇലൈന നേർവിടം വിട്ടേ വരുവാനിലക്കും നാനയത്തല്ലാതെ പൊരുതുന്നിതാരമ്മൾ കുലക്കപ്പെട്ടേ പോകുന്നതേയുങ്ങൾ നളർത്തെന്നാലോ ഉരമേ ഭവനം വീട്ടിലാകിടേണ്ട ഉതകും നമുക്കുങ്ങൾ ചെയ്യുക വേണ്ട വെല്ലാനുറഫേറ്റം സ്വഹാബാക്കളെ വെളിയിൽ നിർത്തി പിന്നിരണ്ടാർ കോണിൽ. ഓ സഹാബ, നിങ്ങൾ യുദ്ധക്കളത്തിലേക്ക് വരേണ്ടതില്ല. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഒരു സഹായവും ചെയ്തു തരേണ്ടതില്ല. ഇനി ഞങ്ങൾ യുദ്ധം ജയിച്ചു കൊള്ളട്ടെ, ഗനീമത്ത് മുതൽ സ്വരൂപിച്ചു കൊള്ളട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടതില്ല. പക്ഷേ അവിടെ എന്താണ് സംഭവിക്കുന്നത്? പടയിട്ടാർ മുതലെടുക്കുന്നേശു അലകപ്പെട്ടേ തിരക്കളവിലെ പതിലുറ്റോർ മുന്ന മലക്കിട്ടേ ഏറ്റം മകുതുറ്റാക്കിയ സഹമുക്കാർ അടലെ പാത്തവർ അബുദുല്ലാഹിബിൻ ജുബൈറിൻഡോരിലും നമൈകളോ അവിടെ പോയി ക്ഷണഗനിമത്തി ഫളുത് അവരെ പോൽ നമുക്കെടുത്തിടാ. ശക്തമായ പോരാട്ടത്തിൽ ശത്രുക്കൾ കളം വിട്ടോടി. മുത്തുനബിയും സഹാബത്തും ഗനീമത്തുകൾ ശേഖരിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ചില ആളുകൾ മലയിൽ നിന്ന് ഇറങ്ങി വന്നു. യുദ്ധം ജയിച്ചില്ലേ, ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമെന്താ? പക്ഷേ ജുബൈർ തങ്ങളും ചില സഹാബത്തും അവിടെ നിന്ന് അനങ്ങിയില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വരാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ ഈ രംഗം ഇക്രിമത്തും ഖാലിദ് ബിൻ വലീദും കണ്ട് മലമുകളിലേക്ക് ഇരച്ചു കയറുകയാണ്. അവിടെയുള്ള ബാക്കിയുള്ള സഹാബത്തിനെ അവർ വകവരുത്തുകയാണ്. വത്തഖൂ ഫിത്നതൻ ലാ തഖൂമന്ന അല്ലദീന ളലമൂ മിൻകും ഖാസാ. ഈ രംഗം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കണ്ട സമയത്ത്
അപ്പോൾ ബന്ധടുത്തതാ ഇബ്ലീസതുവല്ല സ്വാഹ അലമാൽ വിളിച്ചു ചൊല്ല് യാ ഇബാദല്ലാഹ് ദീപമായി വാളി പുറത്ത് കൂടി നീരെല്ലാം സാരദിത്ത് കാത്ത് നിണ്ട് കൊള്ളുവിൻ വേണ്ടവർ ചൊല്ലാ. ഇബ്ലീസ് ആർത്തട്ടഹസിച്ചു വിളിച്ചു പറയുകയാണ്, ഓ ദൈവത്തിന്റെ മക്കളെ, ഓ ദൈവത്തിന്റെ അടിയാറുകളെ, എല്ലാവരും മലയുടെ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ആ മലയുടെ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഓടിപ്പോയ കുഫാറുകളെല്ലാം തിരികെ വരികയാണ്. ഈ സമയത്ത് അവിടുത്തെ അവസ്ഥകളൊക്കെ ആകെ മാറുകയാണ്. യുദ്ധത്തിന്റെ കെട്ടും മട്ടുമൊക്കെ മാറി മറ്റൊരു ഭാവം അവിടെ രൂപപ്പെടുകയാണ്. അടലിളിതിപ്പോളേറിയ ശീത്ത് തുടശപ്പോൾ ചെയ്തരി ഹംസ അവർ കുലതിട്ടിട അതിമതമുറ്റിയ മഹശുജവോരാ കുഫർ കുറൈശുകളിൽ അകൃതജികത്തകൾ ഒരു പദമൊറ്റയും 20 പേരാ കടുമയിലപ്പോൾ ഇടവണി പട്ടായി ചുരിതമുറ്റ കലമതമത്തയിൽ കിരഹിതമെത്താൻ ഇസ്മസിബാ അവനൊരു സ്വഹബിൻ അറബിലി നിൽക്കണ ഇവിടമിൽ നിൽക്കുവാനു മകളിലാരാ. നിണം കലർന്ന ഉഹുദിന്റെ മണൽത്തരികളിൽ ചീറിപ്പായുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. 31ഓളം ശത്രുജീവനുകളെ അരിഞ്ഞു വീഴ്ത്തി പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ അതാ കാട്ടാളരുടെ സൊഫിൽ നിന്നൊരു മല്ലൻ, അതേ സബായിയാണ്, ഞാൻ അബ്ദുല്ലുസയുടെ മകനാണ്, എന്നോട് യുദ്ധം ചെയ്തു ജയിക്കാൻ ധൈര്യമുള്ള ആരാടാ ഇവിടെയുള്ളത്? ഈ വെല്ലുവിളി ഹംസ റളിയല്ലാഹു അൻഹു കേൾക്കേണ്ട താമസം വെറുതെ വിടുമോ? ഇല്ല, ഒരിക്കലുമില്ല. കടുക വിളിത്ത ചോരനവമ്പ ഇബ്നു മുഖത്തിഅതും ബുദുറുണ്ട് കനദീഹത്തുകൾ മതമതമുത്തിര ചൊരിയുക വേണ്ട. അടൽ പൊരുതിടുവാൻ കരുതു നിരത്തിടതനതിലടുത്ത് ഭയനുമറിയണ്ട. അരികമ ചുറ്റി ചാടിച്ചടത്തിൽ കരയടി മസ്തത്തെ ശിടുമപ്പോൾ അരശർമതിത്തന് പറിക്ക് കടുഫമി ഒരു ദുർബാലെ മഹപടവിലവൻ അറിനിൽ വെന്തുടൻ കറവിലറന്തിട ചെറുകതിനാലേ. എടാ, നീ വലിയ ബെഡായി ഒന്നും പറയണ്ട, നീ ആ ഒട്ടകച്ചി പെണ്ണിന്റെ മോനല്ലടാ. കുടുംബ മഹിമയും വലിപ്പത്തരവും ഒന്നും പറയാതെ പോരടിക്കാനുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. രണഭൂമിയിൽ ഹംസ റളിയല്ലാഹു അൻഹു സബായിയെ രണഭൂമിയിൽ വെട്ടിപ്പിളർത്തുകയാണ്. ഉഹുദ് ഭൂമി ഒരിക്കൽ കൂടി ചെഞ്ചായമണിയുകയാണ്. സിബായിയുടെ കവചക്കുപ്പായം ഊരിയെടുക്കാൻ ഹംസ റളിയല്ലാഹു അൻഹു കുനിയുന്ന സമയത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യം വെച്ച് ഒരാൾ തക്കം പാർത്ത് കാത്തിരിക്കുകയാണ്. യുദ്ധത്തിലൊന്നും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുകയാണയാൾ. ആരാണയാൾ? താരമിയണ്ടിറ്റൂരച്ചവൻ ഭീരുത്താനെ ജനങ്ങളെ പകുത്താനെ ഭവിഷ്യുമാടുത്താനെ സമയത്തിൽ പുലി ഹംസ ഇടൈന്തോരാ പടകൊടു തളർന്നോരാ ഗുരുവിനെ നീന്തോരാ ഫാരിസിൽ കണ്ടവൻ പിമ്പിൽ അടുത്താനെ മിരിമിയറിന്താനെ അവരുടെ പുറന്താനെ പടവേഗ കയ്യിൽ മയ്യിൽ ഫാരിന്താനെ അതിൽ വീടുന്താനെ ഭൂമിയിൽ വീടുന്താനെ. തക്കം പാർത്തിരുന്ന വഹശി ആളുകളെ വകഞ്ഞു മാറ്റി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഘോരമായ യുദ്ധം ചെയ്ത് തളർന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വിക്രയ്ക്ക് ക്രൂരത കൊണ്ട് മൂർച്ച കൂട്ടിയ ആ ചാട്ടുളി ഉയർത്തിവിടുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തുകൂടി തുളച്ച് വയറിന്റെ ഭാഗത്തു തള്ളി നിൽക്കുകയാണ്. ഇല്ല, വേദന സഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിന്റെ ഖളാ സംഭവിക്കുകയാണ്. ഉഹുദ് ഭൂമി ഒരിക്കൽ കൂടി പ്രകമ്പനം കൊണ്ടു. ആ തിരുശരീരം വെട്ടിപ്പിടിച്ച് ചുടുചുടുമ്പുന്ന മണലിലേക്ക് വീഴുകയാണ്. രക്തം ധാരധാരയായി ഒഴുകുകയാണ്. സഹിക്കാനാവാത്ത മരണവേദനയിൽ തൻ്റെ ശരീരം ചൂടുള്ള മണലിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ്. മുസ്ലിം സൈന്യം ഒന്നടങ്കം കണ്ണീരിൽ നിൽക്കുമ്പോൾ അതാ ഹിന്ദ് കടന്നു വരികയാണ്. ആ കരൽ
കടിച്ചു പറിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഹിന്ദും വഹ്ശിയുമൊക്കെ തിരുബറക്കത്തുകൊണ്ട് അവർ ഇസ്ലാം പുൽകിയവരാണ്, അവർ ഇസ്ലാം പുൽകി തന്നവരാണ്. അവരുടെ ഫളില് കൊണ്ട് അള്ളാഹു നമ്മയും നന്നാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.